ഡ്രൈവിംഗ് ലൈസൻസ് ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഗൂഗിളിൽ പരിവാഹൻ എന്ന് സെർച്ച് ചെയ്യുക. പരിവാഹൻ സേവ എന്ന സൈറ്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡ്രൈവേഴ്സ് ഓർ ലേണേഴ്സ് ലൈസൻസ് എന്നുണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വരുന്നത് സ്റ്റേറ്റ് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻ്റർഫേസ് ആയിരിക്കും. സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. കേരള എന്ന് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഒരു വിൻഡോ വരും. അത് ക്ലോസ് ചെയ്തതിന് ശേഷം ലൈസൻസ് മെനു എന്നുണ്ടാകും, അതിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ചെയ്യേണ്ടത് അതേഴ്സ് എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫസ്റ്റിൽ വരുന്നത് സെർച്ച് റിലേറ്റഡ് ആപ്ലിക്കേഷൻ എന്നുണ്ടാകും, അതിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് സെർച്ച് ക്രൈറ്റീരിയ എന്നുള്ളവിടെ സെലക്റ്റിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വരുന്നത് ആപ്ലിക്കേഷൻ നമ്പർ വെച്ചിട്ട് നമുക്ക് ലൈസൻസ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ലേണേഴ്സ് ലൈസൻസ് നമ്പർ വെച്ചിട്ടും ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ വെച്ചിട്ടും CL എന്ന് പറയുന്നത് കണ്ടക്ടർ ലൈസൻസ് നമ്പർ വെച്ചിട്ടും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ DL നമ്പർ വെച്ചിട്ടാണ്, ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ വെച്ചിട്ടാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ക്യാപ്ചയും തെറ്റാതെ കൊടുക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് DL നമ്പർ കൊടുക്കുന്നു. ഇപ്പോൾ ടെസ്റ്റ് പാസ്സായവർക്കും അതുപോലെ തന്നെ ഓൾറെഡി ലൈസൻസ് ഉള്ളവർക്കും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് രണ്ട് രീതിയിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഡ്രൈവിംഗ് ലൈസൻസ്. ഒന്ന് പരിവാഹൻ സൈറ്റിൽ കയറിയതിന് ശേഷം, രണ്ടാമത്തെ എന്ന് പറയുന്നത് പരിവാഹൻ ആപ്പിലൂടെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. പരിവാഹൻ ആപ്പിൽ ഡൗൺലോഡ് ചെയ്യുന്ന ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. കറക്റ്റായിട്ടുള്ള ക്യാപ്ച കൊടുത്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തതിന് ശേഷം നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വന്നിട്ടുണ്ടാകും. ഫസ്റ്റ് ലേണേഴ്സ് ലൈസൻസ് നമ്പർ ഉണ്ടാകും, നെക്സ്റ്റ് ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ എന്നുണ്ടാകും. ഈ പേജിൽ ഡീറ്റെയിൽസ് എല്ലാം വന്നിട്ടുണ്ടാകും. നമ്മളുടെ പേര്, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ ഫാദർ നെയിം, അങ്ങനെ എല്ലാം വന്നിട്ടുണ്ടാകും. ആപ്ലിക്കേഷൻ നമ്പറൊക്കെ വന്നിട്ടുണ്ടാകും. പിന്നെ നെക്സ്റ്റ് നോക്കേണ്ടത് ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ വെച്ച് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളുടെ ലൈസൻസ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. ഈ ബ്ലൂ കളറിലുള്ള ഡ്രൈവിംഗ് ലൈസൻസ് നമ്പറിൽ ക്ലിക്ക് ചെയ്തു പറഞ്ഞാൽ നമ്മളുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഡീറ്റെയിൽസ് വന്നിട്ടുണ്ടാകും. ഇതാണ് നമ്മളുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഡൗൺലോഡ് ചെയ്യേണ്ട പേജ് എന്ന് പറയുന്നത്. ഇതിൽ പ്രിൻ്റ് എന്ന് കൊടുത്തിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി.